ലക്ഷ്മി ദേവിയുടെ കടാക്ഷം സിദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ ചില രാശിക്കാർക്ക് ഇരട്ട രാജയോഗം വന്ന് ചേർന്നിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ലക്ഷ്മി കൃപയാൽ പെട്ടെന്ന് തന്നെ ഉയർച്ചയും മറ്റ് സൗഭാഗ്യങ്ങളും വന്ന് ചേരുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തെല്ലാം സൗഭാഗ്യങ്ങൾ അവരെ തേടിയെത്തും, ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ, ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാനായി ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടക്കൂറാകുന്നു. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഇവർക്ക് പൊതുവെ ശുഭകരമായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. പൊതുവിൽ 2024 ശുഭകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ജോലി, വിവാഹം, സന്താനഭാഗ്യം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാം. മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കും. ദേവന്മാരുടെ ഗുരു വ്യാഴം മെയ് വരെ നിങ്ങളുടെ ജന്മരാശിയിൽ തുടരുന്നതുമാകുന്നു. ഇതിനുശേഷം ഇടവം രാശിയിൽ പ്രവേശിക്കും. ഈ സമയം സമൂഹത്തിൽ നിങ്ങൾക്ക് ആദരവ് വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ സമ്പത്ത് വർദ്ധിക്കുകയും ധാരാളം ധനനേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. മുടങ്ങിക്കിടക്കുന്ന ജോലികൾ വീണ്ടും തുടങ്ങുവാൻ സാധിക്കും. ബിസിനസ്സിലും വലിയ ലാഭങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികപരമായ സ്ഥിതി ശക്തമാകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. നിയമപരമായ കാര്യങ്ങളിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഏറെ നാളായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു രാശി കർക്കിടകക്കൂറാകുന്നു. പുണർദം, അവസാനപാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ വരുന്നത്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാനപാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. വർഷാരംഭത്തിൽ തന്നെ ഇവർക്ക് ജന്മരാശിയിൽ വ്യാഴം 10ാം ഭാവത്തിൽ നിൽക്കുന്നതാകുന്നു. അതിന്റെ ശുഭഫലം ജീവിതത്തിൽ ഉടനീളം പ്രകടമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ നക്ഷത്രക്കാരുടെ വരുമാനം അതിവേഗം വർദ്ധിക്കും. അഥവാ ഈ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകുന്ന അവസരങ്ങളാണ് കടന്നു വരിക. പുതിയ ധനസ്രോതസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇതോടൊപ്പം തന്നെ ശനിയുടെ അനുഗ്രഹത്താൽ കഠിനാധ്വാനത്തിന് പൂർണ്ണമായ ഫലവും ഈ സമയം നിങ്ങൾക്ക് സിദ്ധിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കുകയും അതേപോലെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. സ്ഥാനക്കയറ്റത്തോടൊപ്പം ചില ഉത്തരവാദിത്തങ്ങളും കർമ്മരംഗത്ത് ലഭിക്കാവുന്നതാണ്. കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു രാശി വൃശ്ചികക്കൂറാകുന്നു. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാനപാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചൊവ്വ നിങ്ങളുടെ ജന്മരാശിയുടെ 2ാമത്തെ ഭാവത്തിൽ സൂര്യദേവനോടൊപ്പം നിലകൊള്ളാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിന് ഉയർച്ച നൽകുന്ന കാര്യങ്ങളാണ് വന്ന് ഭവിക്കുക. കൂടാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ, പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഇതോടൊപ്പം ശുക്രനും ബുധനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്ന അവസരങ്ങളും സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. കർമ്മരംഗത്ത് ഈ സമയം വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജോലിയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങളും അതോടൊപ്പം സ്ഥാനക്കയറ്റം നേടുവാനുള്ള അവസരങ്ങളും ജീവിതത്തിൽ തന്നെ വന്നു ചേരും. കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തന്നെ മുന്നോട്ടു പോകുവാൻ സമയങ്ങൾ ചെലവഴിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു.
വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾ പോലുള്ള കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാനും സാധിക്കുന്ന അവസരങ്ങൾ കൈവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭക്കൂറാകുന്നു. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത്. ശനിദേവൻ നിങ്ങളുടെ ജന്മരാശിയിൽ വർഷം മുഴുവൻ തുടരുന്നതാകുന്നു. അത്തരമൊരു സാഹചര്യം രൂപാന്തരപ്പെടുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കടന്നുവരും. അർപ്പണബോധം കടന്നുവരും. അതേപോലെ കഠിനാധ്വാനത്തോടുകൂടി ജോലി ചെയ്യുവാനും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്ത് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ഭാഗ്യം അനുകൂലമാവുകയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഉയർച്ച നേടുവാൻ, വളർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാ മേഖലകളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ സമയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. അതിനാൽ ഈ സമയം മത്സര പരീക്ഷകൾ പോലുള്ള കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധ്യത കൂടുതലാണ്. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം, സ്വീകാര്യത വർദ്ധിക്കുന്ന അവസരങ്ങൾ കടന്നുവരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക.